ഒടുവിൽ പൂഞ്ഞാറിലെ അപ്പനും മകനെയും എങ്ങും കാണാനില്ല. ഇന്നലെ വരെ പറഞ്ഞ വീരവാദങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പൂഞ്ഞാറിൽ അപ്പനും പാലായിൽ ഞാനുമെന്ന് പറഞ്ഞു നടന്ന ഷോൺ ജോർജിനെ ആരും മറന്നിട്ടില്ല. പൂഞ്ഞാറിലെ വീട്ടിൽ 2 MLA-മാരെന്ന് പറഞ്ഞു നടന്ന കുടുംബക്കാർ ഇനി എന്തു ചെയ്യും? വസ്തുത ഇങ്ങനെ: പൂഞ്ഞാറിൽ BJP സ്ഥാനാർത്ഥിയായ PC ജോർജ് 10,000-ലേറെ വോട്ടിന് പിന്നിലായി 3ാം സ്ഥാനത്താണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ MJ 27,557 വോട്ടിന് 1ാം സ്ഥാനത്തും LDF-ലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 24,638 വോട്ട് നേടി 2ാം സ്ഥാനത്തും മുന്നേറുന്നു. പാലായിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മാണി സി കാപ്പൻ 9,915 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. 8,145 വോട്ടുമായി തൊട്ടു പിന്നിൽ ജോസ് കെ മാണിയാണ്. തൊട്ടുപിന്നിൽ ഷോൺ ജോർജ് 5,000-ലേറെ വോട്ടിന് 3ാം സ്ഥാനത്താണ്. താമരയിൽ ഉദിച്ച PC ജോർജ് പൂഞ്ഞാറിന് കൗതുകമൊന്നുമായിരുന്നില്ല. എന്നാൽ വോട്ട് പെട്ടിയിലായില്ലെന്നറിഞ്ഞതോടെ പള്ളിയെയും പട്ടക്കാരെയും മൊത്തം തള്ളിപ്പറഞ്ഞ PC പരാജയം മണത്തിരുന്നു. പൂഞ്ഞാറിന്റെ വിധി എന്താകുമെന്നതിന്റെ കൃത്യമായ തിരിച്ചറിവുകൾ മെത്രാൻമാർക്കെതിരായി തെറിവിളിയായിരുന്നു. മെത്രാൻമാർ ഉളത്തരം കാണിക്കരുത് എന്ന പ്രസ്താവനയുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. കത്തോലിക്ക കോൺഗ്രസ് ജോർജിനെതിരെ രംഗത്ത് വന്നു. സെബാസ്റ്റ്യൻ കുളത്തുങ്കലും MJ സെബാസ്റ്റ്യനും നേരംഗം കുറിക്കുന്ന പൂഞ്ഞാറിൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ ജോർജിനായി എന്നത് വസ്തുതയാണ്. 7 തവണ MLA ആയിരുന്ന PC ജോർജ് വീണ്ടും മുൻ MLA എന്ന വിശേഷണത്തിൽ ഒതുങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തദ്ദേശ കണക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ചു തന്നെയായിരുന്നു UDF ഇക്കുറി കളത്തിലിറങ്ങിയത്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മുന്നണിക്ക് സാധ്യതയേറെയായിരുന്നു. ജില്ലയിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള പൂഞ്ഞാർ മണ്ഡലത്തിലാണ് ഇക്കുറി ഏറ്റവും അധികം പോളിംഗ് നടന്നതും. കഴിഞ്ഞ തവണ LDF-ലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചപ്പോൾ ജനപക്ഷം സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC ജോർജ് 2ാം സ്ഥാനത്തെത്തി. 2021-ൽ NDA-യിൽ BDJS ടിക്കറ്റിൽ മത്സരിച്ച MB സെൻ നേടിയത് വെറും 2,965 വോട്ടുകൾ. ന്യൂനപക്ഷ വോട്ടുകൾ സിംഹഭാഗവും UDF-ന്റെ പെട്ടിയിൽ വീണതാണ് പൂഞ്ഞാർ പിടിക്കാൻ അവരെ തുണച്ചത്. മണ്ഡലത്തിൽ PC ജോർജിനുള്ള വ്യക്തിപരമായ സ്വാധീനം വോട്ടായി മാറുമെന്നായിരുന്നു BJP-യുടെ കിനാവ്. ഒപ്പം ക്രിസ്ത്യൻ വോട്ടുകളിൽ ഗണ്യമായൊരു ഭാഗം താമരയിൽ വന്നു വീഴുമെന്നും അതുവഴി ജയം സ്വന്തമാകുമെന്നും കണക്കൂട്ടി. എന്നാൽ ഇന്ത്യയിലെ സംഘടനകൾക്കും NGO-കൾക്കും വിദേശത്തു നിന്ന് ധനസഹായം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടുമായി മോദി സർക്കാർ അവതരിച്ചതോടെ ആ പ്രതീക്ഷകളെല്ലാം വെള്ളത്തിലായി. BJP-ക്കെതിരായ നിലപാട് ക്രിസ്ത്യൻ സമുദായം സ്വീകരിക്കുകയും ചെയ്തു. അതോടെയാണ് വൈദികരെ കടന്നാക്രമിച്ച് ജോർജ് പതിവ് പോലെ അരിശം കാട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ കടുത്ത വിദ്വേഷ പരാമർശങ്ങളിൽ മാപ്പ് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രചാരണത്തിന്റെ തുടക്കം. PC ജോർജ് അങ്ങനെ രംഗത്ത് വന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ജോർജിനെ കാത്തിരുന്നത് കനത്ത അടിയാണ്. 2021-ൽ PC ജോർജിനെ 16,817 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിയമസഭയിലെത്തിയത്. എന്നാൽ ഇക്കുറി കടുത്ത ഭരണവിരുദ്ധ വികാരത്തിൽ അടിതെറ്റി. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാന വ്യാപകമായി ഏറ്റ തിരിച്ചടിയിൽ കുളത്തുങ്കലിനും പിടിച്ചു നിൽക്കാനായില്ല. ഇനി എന്തു പറഞ്ഞാവും PC ജോർജും മകൻ ഷോൺ ജോർജും പിടിച്ചു നിൽക്കുക. ഒരിക്കൽ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ഇനി അമിത്ഷായോട് എന്തു പറയും? എന്തായാലും ജനവിധി നല്ലൊരു പാഠപുസ്തകമാണ്.